ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു അമ്പലത്തിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വ്ളോഗ് ആക്കാണെന്ന്. അപ്പോൾ ഞാൻ സുഭാഷ് ഏട്ടൻ്റെയും ലച്ചുവിൻ്റെയും നീശേച്ചിയുടെ കൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ കാണാം. അമ്പലത്തിൽ പോകുന്ന പകുതി ആയപ്പോഴേ ലച്ചു ഒന്ന് ഉറങ്ങിയിട്ടോ. നേരത്തെ എണീറ്റ കാരണം ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ അതേ അമ്പലത്തിലെത്തി. ഞങ്ങൾ കുന്നംകുളത്താണ്, ഒരു അമ്പലത്തിലാണ് പോയത് കേട്ടോ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത്. അപ്പം ഞങ്ങൾ പുറത്ത് ചെരുപ്പൊക്കെ ഊരി വെച്ചു. പിന്നെ അത് അവിടെ ഉണ്ടായിരുന്ന കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളും കുറേ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലച്ചുവിന് അവിടുന്ന് ഒരു മോതിരം വാങ്ങിച്ചു. ഇവർ മുന്നേ വന്നപ്പോഴേ ലച്ചു മോതിരം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാനുള്ള രീതിയിലാണ് ഇന്ന് വന്നത് തന്നെ. അപ്പോൾ അവൾ അതാദ്യം കൈക്കലാക്കിട്ടോ. പിന്നെ ഇത് അമ്പലത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു അമ്പലക്കോളാണ്. ഞങ്ങൾ അതിൽ കുറച്ച് നേരം നോക്കി നിന്നു. പിന്നെ അവിടുന്ന് പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു. ലച്ചു അത് കഴിച്ചിട്ടാണ് നടക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ചാവിയിലൊക്കെ ഇട്ടിട്ട് അവിയിലും ശർക്കരയൊക്കെ ഇട്ടിട്ട് നല്ല രസമുള്ളൊരു പ്രസാദമായിരുന്നു. അയ്യോ അത് കഴിഞ്ഞ് ഞങ്ങൾ തൊഴുത് പുറത്തിറങ്ങിയിട്ടാണ്. പിന്നെ അത് 3 പേരും കൂടി ഇതേ നടന്ന് വരുന്നുണ്ട്. പിന്നെ ഞാനിതേ എൻ്റെ ഫ്രണ്ട് ക്യാമറയിലെ ക്ലാരിറ്റി നല്ല അറിയണ കൊണ്ട് നന്നായി കാണുന്നുണ്ടല്ലേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുന്നംകുളത്ത് തന്നെ ലച്ചുവിന് ഡെയിലി യൂസിന് പറ്റിയ ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടി പോയിട്ടോ. ഭയങ്കര ഡിസ്കൗണ്ടൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. ഞങ്ങളിപ്പോൾ വരാൻ പറഞ്ഞിട്ട് ആ കടയിൽ നിന്ന് നല്ല നൈസിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ പോയി. മുട്ടക്കറിയും അതുപോലെ പൊറാട്ടയൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ. പിന്നെ ഞങ്ങൾ കേരള വസ്ത്രാലയത്തേക്ക് പോയിട്ട് ലച്ചുവിന് സ്കൂളൊക്കെ തുറക്കല്ലേ, അപ്പോൾ നല്ലൊരു ഡ്രസ്സൊക്കെ പോയി. അപ്പോൾ അതിൻ്റെ ഡ്രസ്സിങ് റൂമിൽ കയറിയിട്ടുള്ള അവളെ കാണിക്കലാണ് ഈ കാണുന്നത്. സംഭവം രസമുണ്ട് കേട്ടോ. ഞാനും ഇപ്പോൾ കണ്ണാടിയിലൊക്കെ ഒന്ന് ചെയ്ത്. അങ്ങനെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദേ വീട്ടിലേക്ക് വേണ്ടി തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ദേ വീട്ടിലോട്ട് വരികയാണ്. ഇത് പിന്നെ ഞങ്ങൾ പാട്ട് വെച്ചിട്ട് വൈബ് അടിക്കാം കേട്ടോ. പാട്ടിൻ്റെ പങ്കെടുന്നിട്ട് തല ആട്ടിയിട്ട്. പിന്നെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ലച്ചു പുറത്തോട്ട് നോക്കിയിട്ട് പാട്ട് വെച്ചിട്ടുണ്ടല്ലോ, പുറത്തോട്ട് നോക്കി എന്നിട്ട് പാട്ടൊക്കെ പാടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിനിടയിൽ അവരെ കൊണ്ട് ഈ ഇൻസ്റ്റയിൽ കാണുന്ന പോലെ റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ അവരും അതുപോലൊക്കെ ചെയ്തു. സംഭവം രസമല്ലേ കാണാൻ? രസമുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്താൻ ഞങ്ങൾ വട്ടത്താണി അങ്ങോട്ട് എത്താനാവുമ്പോഴാണ് ഞങ്ങളുടെ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് വണ്ടിയിൽ യാത്ര ചെയ്യണം. അപ്പോൾ വേറെ എവിടേക്കെല്ലാം കറങ്ങാമെന്ന്. സൺഡേ അല്ലേ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ വെള്ളിയാങ്കല്ലിയിലോട്ട് വിട്ടു കേട്ടോ വണ്ടി. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ചെന്നപ്പോൾ ലച്ചു ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് എന്താ പറയുക കളിക്കായിരുന്നു. ലച്ചു ഫ്രീ ബേർഡായിരുന്നു. പിന്നെ ഇവിടെ ഇതായിരുന്നു അവസ്ഥ. രണ്ടാളും കൂടിയിട്ടുള്ള അവസ്ഥ ഇതായിരുന്നു.
ഊഞ്ഞാലാടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പുഴയിലൊക്കെ ഇറങ്ങി. പക്ഷെ പുഴയിലൊക്കെ നല്ല വെയിലുമായിരുന്നു. പിന്നെ എന്താ പറയുക, വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കണ കാരണം നല്ല അഴുക്ക് വെള്ളം പോലെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല. അല്ലാണ്ട് ഇറങ്ങി അപ്പോൾ അതേപോലെ തന്നെ വേഗം. പിന്നെ അത് ലച്ചോടെ കളിച്ചിരുന്ന വീഡിയോ ആണ്. അപ്പോൾ ലച്ചോടെ ഇങ്ങനെ എല്ലാത്തിലും കയറി കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെന്താ, ഞങ്ങൾ 4:30 4:45 ആയി വീട്ടിലോട്ട് എത്താൻ. ഇനിയും ചെറിയ ചെറിയ ക്ലിപ്പുകളിലുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.